ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ കുറേ ആയി നമ്മൾ വ്ളോഗ് മര്യാദയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ട്, ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അടുത്ത് തന്നെ. കാരണം ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കുറേ ദിവസമായി വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് പുറത്തേക്ക് പോവാണ്. കുറേ 2-3 ആഴ്ച ഇങ്ങനെ ഒരു വെയിൽ, ഒരാഴ്ച മഴ അങ്ങനെയൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയിട്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോകുന്നതാണ്. ചെന്നൈയിൽ വരുന്ന മുതൽ, അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടോടിക്കാറ്റ് മൂവിയിലെ ആ ഒരു ലൊക്കേഷനും ആ ഒരു ബീച്ചും കാര്യങ്ങളും, മോഹൻലാലിൻ്റെ ശ്രീനിവാസൻ്റെ ആ ഒരു ബീച്ചിലുള്ള ആ ഒരു ഇൻസിഡൻ്റൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിൽ വരുമല്ലോ ചെന്നൈയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക്. പണ്ടെനിക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചിരുന്നത് ആ സ്ഥലം മെറീന ബീച്ചാണ് ഇവിടെ എത്തുന്നവരോ വിചാരിച്ചത്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മെറീന ബീച്ചിലല്ലാന്ന്. പിന്നെ നമ്മൾ അവിടെ പോകണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ഇന്ന് വിചാരിച്ചു അങ്ങോട്ടേക്ക് പോകാമെന്ന്. അപ്പം ബസന്ത് നഗർ ബീച്ചാണിത്. അപ്പോൾ ഇവിടുന്ന് ഒരു 28 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഇവിടുന്ന് 2-3 വഴിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇവിടുന്ന് ടി നഗർ പോയി, ടി നഗറിൽ നിന്ന് ബസന്ത് നഗർ ബസ്സിൽ പോയി ബസ് കയറിയിട്ട് അവിടെ നിന്ന് ബീച്ചിലേക്ക് എത്താമെന്ന് വെച്ചാൽ അതാകുമ്പോൾ വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് തിരുവാൺമയൂരേക്ക് ബസ്സുണ്ട്, അവിടെ നിന്നും പോവാം. പക്ഷെ നമ്മൾ ഇന്ന് ടി നഗർ വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അത്യാവശ്യം നല്ല വെയിലുണ്ട്, ചൂടിന് വേർക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടാണ്ടും അതും കൂടെ പോയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. പിന്നെ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, കാരണം എപ്പോഴും എടുക്കുന്നതാണല്ലോ അങ്ങനെ. അപ്പം നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. അപ്പം വേഗമാട്ടെ. ദൂരം എടുക്കുമ്പോൾ കാല് നിലത്ത് കുത്തുന്ന പോലെയുണ്ട്. അതും ഹായ് ബായ്, എങ്ങോട്ടേക്കാ പോകുന്നേ? ഹലോ അതു, എങ്ങോട്ടേക്കാ പോകുന്നേ? മൈൻഡില്ല, ജടയാണ് നമ്മൾ. വലിയ ജാട ന്യൂ കാപ്പലെന്ന് വെച്ചിട്ട് എങ്ങോട്ടാ? ആദ്യം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ട്രെയിനിന് ടി നഗർ പോയിട്ട് അവിടുന്ന് ബസന്ത് നഗർ ബീച്ച് ബസ്സിന് കയറി പോകാമെന്നാണ്. പക്ഷെ ആ ടൈമിന് ട്രെയിനില്ലായിരുന്നു, നല്ല ഡിലേ ഉണ്ടായിരുന്നു, 1/2 മണിക്കൂറോളം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ബസ്സിന് തിരുവാൺമയൂർ പോയിട്ട് അവിടുന്ന് ബസന്ത് നഗർ ബീച്ചിലേക്കുള്ള ബസ്സിന് പോകാമെന്ന്. അപ്പം നമ്മളങ്ങനെ തിരുവാൺമയൂർ എത്തി. കുറച്ച് അധികം ടൈം എടുത്തു, 1 മണിക്കൂറിന് മേലെ എടുത്തു ബസ്സിൽ. അതാണ് പിന്നെ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ബസ്സിന് ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ ബസ് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളായിരുന്നു. ഇപ്പോൾ സിഗ്നലിൽ നിൽക്കും. അപ്പോൾ സിഗ്നലിൽ അങ്ങനെ ഹാർട്ട് ഷേപ്പിലൊക്കെ സിഗ്നൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പലരും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ്. ഞാൻ ഇവിടെ കണ്ടിട്ടില്ല, നാട്ടിലൊന്നും കണ്ടിട്ടില്ല. പിന്നെ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് വേർത്തിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ബസന്ത് നഗർ ആ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ കുറച്ച് നടക്കേണ്ട ഡിസ്റ്റൻസും കൂടി ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ ബസ്സിന് പോയി അവിടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബസന്ത് നഗർ 16th ക്രോസിലൂടെ കുറച്ച് നടക്കാനുണ്ട്. ഒരു അധികമൊന്നുമില്ല, കുറച്ച് നടക്കാനുണ്ട്. നേരെ ഒറ്റ സ്ട്രെയിറ്റ് റോഡാണ്. അപ്പം തന്നെ ബീച്ച് കാണും. അപ്പോൾ ഈ ബീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വന്നപ്പോൾ മുതൽ വരണം എന്ന് ചോദിച്ചു. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പക്ഷേ ഇതിനും വേഗം എനിക്ക് തോന്നുന്നു ടി നഗർ വഴി നമ്മൾ തിരിച്ചു പോയപ്പോൾ കുറച്ചും കൂടി വേഗം എത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇനി മുതൽ വരുമ്പോൾ ആ വഴി വരാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിലും വേറെ റൂട്ട് വരുന്ന ബസ്സിന് നമ്മൾ അത്യാവശ്യം കുറച്ച് നല്ല ഡിസ്റ്റൻസുള്ള റൂട്ടിലൂടെയാണ് വന്നതെന്ന് തോന്നുന്നു. പിന്നെ ഈ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഫ്രീ എൻട്രി ഒക്കെയാണ് ഉള്ളിലേക്ക്. കാരണം ഇവിടുത്തെ പല ഫെസ്റ്റിന് പോയിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും എന്താ പറയുക, പേ ചെയ്തിട്ടായിരിക്കും ഉള്ളിലേക്ക് കിടക്കേണ്ടത്. പിന്നെ സ്കേറ്റിങ് കാര്യങ്ങളൊക്കെ പുറത്ത് അതിൻ്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കുട്ടികൾക്ക്. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെയുണ്ട്. ഗൈസ്, നമ്മളിവിടെ എത്തി. ഇവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ബാങ്കിൽ നമ്മൾ മറ്റേ അതിൻ്റെ സാധനത്തിൻ്റെ പേരുന്നൊരു ചുമര് പോലത്തെ ഒരു സാധനമില്ലേ ഫോട്ടോ എടുക്കുന്നത്, അതിനടുത്തേക്ക് പോകുന്നത്. അത്യാവശ്യം തിരക്കുണ്ട്, ഇന്ന് പെരുന്നാളായതുകൊണ്ട്. അത് ഗ്ലാസ്സെല്ലാം വെച്ചാൽ അതും അമ്മ നോക്ക്, അതും ഗ്ലാസ്സെല്ലാം വെക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ, എടുത്തു കൊടുത്തു വിളിക്കട്ടെ. നടന്നു ഗൈസ്, നമ്മൾ മെയിൻ സ്പോട്ടിലേക്ക് എത്താൻ പോകുന്നതാണ്. നമ്മൾ സ്വന്തം നമ്മളിപ്പോൾ അത് മെയിൻ സ്ഥലത്തെത്തും. നമ്മൾ ഫോട്ടോ അപ്പോൾ ഈ ഒരു
സ്റ്റാച്യു കാണാത്തവർ കുറവായിരിക്കും. അല്ല മൂവി നാടോടിക്കാറ്റ് കണ്ടവർക്ക് അറിയായിരിക്കും. പക്ഷെ പണ്ടൊന്നും ഇതിനിങ്ങനെ ചുറ്റും എന്താ പറയുക ഗേറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ മതിലും ഒന്നും കെട്ടിയിട്ടുണ്ടായിരുന്നു. പണ്ടിങ്ങനെ ഫ്രീ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഉള്ളിലൂടെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യായിരുന്നു തോന്നുന്നു. കാരണം അങ്ങനെയാണ് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവരത് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് ചുറ്റും വെയിലേക്ക് കെട്ടിയിട്ട് മീൻസ് അത് നശിച്ചു പോകാണ്ടിരിക്കാനായിരിക്കും. അപ്പം അങ്ങനെ ഭയങ്കര തിരക്കൊന്നുമില്ല. പക്ഷെ നല്ല അടിപൊളി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബീച്ച്. മറീനയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര റഷും കാര്യങ്ങളും പിന്നെ ഒരു നീറ്റ്നെസ് കുറവുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ അടുത്ത് പോയപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വന്നു. നമ്മൾ ബീച്ചിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കുന്നത്. അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗൈസ് നമ്മളെത്താൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം എന്താ കണ്ടോ സൂര്യനെല്ലാം പോയി. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് തിരിച്ചു വെക്കാൻ നല്ല ദൂരമുണ്ട്. 1 മണിക്കൂർ ഇങ്ങനെ ടൈമുണ്ട്. അതാണ് പ്രശ്നം. പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസ് എടുക്കാനേ പറ്റുള്ളൂ. കുഞ്ഞു വ്ളോഗായിരിക്കും. ഇതിലൊന്നുമില്ല കാരണം ലേറ്റായിപ്പോയി. കുറച്ചും കൂടി നേരത്തെ തന്നെ നല്ലായിരുന്നു. എൻ്റെ മുന്നത്തെ വ്ളോഗിലും കാണുന്നവർക്കറിയാം ആദൂര് പണ്ട് ബീച്ച് ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ മറീനയിലൊക്കെ പോയ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ട് മഹാബലിപുരത്തൊക്കെ പോയത്. പക്ഷെ അന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പേടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പോയിട്ട് റീൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷേ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം ഇങ്ങനെ ടോയ്സൊക്കെ കണ്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവന് ഈ ബബിൾസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുന്നിലത്തെ വീഡിയോസൊക്കെ ഉണ്ടാവും. എപ്പോഴും ബബിൾസ് ഇവിടെ സ്റ്റോക്കായിരിക്കും. അപ്പോൾ ഇപ്പോൾ കുറേ ആയി ഇല്ലാത്തത്. അപ്പോൾ അതവൻ കണ്ടപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബബിൾസ് വാങ്ങിച്ചു കൊടുക്കുന്നത്. പിന്നെ അവിടെ നല്ല റേറ്റാണ് കേട്ടോ. ഈ സെയിം സാധനത്തിന് നമ്മൾ ഇങ്ങോട്ടൊന്നും പൈസ അത്ര വരുന്നില്ല. പിന്നെ അതുമാത്രമല്ല ഇവിടെ കുറേ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിറച്ച് സ്റ്റോളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് വലിയ പെരുന്നാളിൻ്റെ അന്നാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല ഫുള്ള് സ്റ്റോളൊക്കെ അടച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പൊതുവേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഒരു ബബിൾസ് വാങ്ങി. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി ആദുവിന്. കാരണം അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിടൂല. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണുള്ളത്. അതും പിടിച്ച് കുറേ സമയം ഇരുന്നു. പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ ആൾ ഭയങ്കര സൈലൻ്റാണ്. ഇങ്ങനെ മീൻസ് ഇങ്ങനെ പുറത്ത് ക്രൗഡൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഈ മോളിലും അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടെ ലൈറ്റൊക്കെ ഉള്ള ഏരിയയിൽ ഉള്ളിൽ ഇങ്ങനെ ക്ലോസ്ഡൊക്കെ ആണെങ്കിൽ അവൻ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഭയങ്കര വാശിയായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് പൂഴിയിലൂടെ നടക്കൽ ഭയങ്കര ടാസ്ക്കാണ്. കാരണം ആദൂനെ എടുത്തിട്ട് നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവനിപ്പോൾ വലുതായല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ ഇതാ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഈ മറ്റേ മരുഭൂമിയിലൊക്കെ കാണുന്ന പോലുള്ള വലിയ ടയറൊക്കെ ആയിട്ടില്ല. ഇതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവിടുന്ന് പെട്രോളിങ് പോലീസിൻ്റെ ഇതുണ്ടെന്ന് തോന്നുന്നു. കാരണം അത് ലേറ്റ് ആയി. പിന്നെ കടൽ നന്നായിട്ട് കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സേഫ്റ്റി എന്തായാലും നോക്കണമല്ലോ. പിന്നെ ഇതൊക്കെ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തൊക്കെയോ ഡെക്കറേഷൻ. പിന്നെ അവിടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫെസ്റ്റിൻ്റെ അകത്തേക്കൊന്നും നമ്മൾ കയറാൻ നിന്നിട്ടില്ല. കാരണം ഒന്നാമതേ വരുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ചെറിയ സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ അതൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നേരെ തിരിച്ചു പോയത്. ഫെസ്റ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അത് ഫുള്ള് കംപ്ലീറ്റ് കാണാണ്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് കയറാൻ നിന്നിട്ടില്ല. പിന്നെ ആ ദിവസം നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഏരിയ അത്യാവശ്യം നല്ല നടക്കാൻ പറ്റിയ ഏരിയ ആയിരുന്നു. ഗൈസ് നമ്മളങ്ങനെ തിരിച്ചു പോന്നാൽ ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ കാണാനും ഇതാക്കാനുണ്ട്. പക്ഷേ ഇന്ന് പെരുന്നാളായതുകൊണ്ട് അധികം ഷോപ്സും കാര്യങ്ങളൊന്നും ഓപ്പൺ അല്ല. പിന്നെ അത് മാത്രമല്ല നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഡീറ്റെയിലായിട്ട് വീഡിയോ എടുക്കാം. ജസ്റ്റ് ഇത് ഒരു പ്രമോ അങ്ങനെ പറയാം. ഇത് അടിപൊളി സ്ഥലമാണ്. നല്ല സൂപ്പറാണ്. അപ്പം നമ്മൾ തിരിച്ചു പോകാമെന്ന്. ഇനിയിപ്പം വീഡിയോ എടുക്കാനൊന്നും ഇരുടായി. ഇനി അങ്ങോട്ടേക്ക് കുറച്ച് നടന്നിട്ട് ബസ്സിന് പോകണം. ഇനിയിപ്പോൾ അങ്ങനത്തെ എത്ര മണിക്കാണെന്നറിയില്ല.